എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പാലപ്പവും വെള്ളയപ്പവും കള്ളപ്പവും വട്ടയപ്പവും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ പെർഫെക്റ്റ് കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ കാണാം. നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇതുപോലെ പൊങ്ങി വീർത്ത് വരുന്ന കാര്യങ്ങളിലേക്ക് ചേർത്തെടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ മാവ് പുളിപ്പിച്ച് വീടുകളിൽ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഇതൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ പലഹാരങ്ങളും വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ കാണാൻ മനോഹരമായതും കഴിക്കാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവും വെള്ളപ്പവും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഈ ഒരു വീഡിയോയും കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. നല്ലൊരു കൂട്ട് പഠിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് പാലപ്പം, വെള്ളപ്പം, വട്ടയപ്പം എന്നിവ തയ്യാറാക്കാനുള്ള ഒരു ബാറ്റർ ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെക്കുന്നുണ്ട്. ആ ഒരു ബാറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ ഒരു റെസിപ്പിക്കൊന്നും ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കില്ല. ഇന്നിപ്പോ ഒരുപാട് നാളായിട്ടുണ്ട് എന്നോട് ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മളെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ആളുകൾ വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചു വരുവാണ്, ചേച്ചി അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടില് നമ്മൾ തയ്യാറാക്കുന്ന വട്ടയപ്പം, പൊങ്ങപ്പം, അതുപോലെ കള്ളപ്പം, പാലപ്പവും വെള്ളപ്പവും രണ്ടും രണ്ടാണ്. നമ്മൾ പല വീഡിയോസ് കാണുന്നുണ്ട്. അരി അരച്ചു, തേങ്ങ അരച്ചു, ചോറരച്ചു, അതിനകത്തേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പാലപ്പം എന്ന് പറഞ്ഞാണ് ഒരുപാട് പേര് ഇറക്കുന്നത്. പക്ഷെ യഥാർത്ഥ പാലപ്പം എന്ന് പറയുന്നത് അരിപ്പൊടി വറുത്ത് അതിലേക്ക് നാളികേര പാല് ചേർത്ത് മിക്സ് ചെയ്ത് അധികം പുളിപ്പില്ലാതെ ഉണ്ടാക്കുന്നതാണ് പാലപ്പം. വെള്ളപ്പം എന്ന് പറഞ്ഞാല് മധുരവും പുളിപ്പും എല്ലാം കൂടി ചേർന്നൊരു സ്വാദാണ്. എന്നോട് ഒരുപാട് പേര് വെള്ളപ്പത്തിന്റെ ക്ലാസ് എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ ക്ലാസ് എടുക്കാൻ സമയമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഇറക്കുന്ന വീഡിയോസ് ഒന്ന് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സംരംഭകയാകാനായിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ മതിയാകും കേട്ടോ. അപ്പൊ നമ്മള് വെള്ളപ്പം, വട്ടപ്പം, പൊങ്ങപ്പം, കള്ളപ്പം അങ്ങനെയുള്ള എന്തിനും വേണ്ടുന്ന പൊങ്ങി വരാനായിട്ട് നമ്മൾ ചേർക്കുന്ന സൂത്രമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനായിട്ട് നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 സ്പൂൺ അളവുണ്ട് കേട്ടോ. അരിപ്പൊടി എടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയും അരിപ്പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെക്കണം കേട്ടോ. ഒരാഴ്ച മുമ്പ് ചെയ്തു വെക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ക്രിസ്മസ് സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ നമ്മളിപ്പോ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവില് നാളികേരം വെള്ളമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോ നാളികേരത്തിന്റെ വെള്ളം ഇത്രയും തന്നെ കിട്ടില്ലെങ്കിൽ ഇപ്പൊ കരിക്ക് വെള്ളമാണെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോ ഇതൊന്നും നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വല്ല കള്ളഷാപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് 1 ഗ്ലാസ് കള്ള് വാങ്ങിച്ചാലും മതി കേട്ടോ. അരിപ്പൊടിയിലേക്ക് ചേർക്കുവാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കലാണ്. ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നാളികേര വെള്ളം ഒന്ന് കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ അത് പുളിപ്പായി വന്നിട്ടുണ്ടാവും. അതിന് നമ്മളിത് മിക്സ് ചെയ്ത് ഒരു രാത്രി മുഴുവൻ തന്നെ നമ്മൾ ഇതനക്കാതെ മാറ്റി വെക്കുവാണ് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു രാത്രി മുഴുവൻ നമുക്കിത് അനക്കാതെ വെച്ചു കൊടുക്കാം. നാളികേര വെള്ളം കിട്ടിയില്ല, കരിക്ക വെള്ളം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൂട്ടിലേക്ക് 1/4 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റോ സാധാരണ ഈസ്റ്റോ ചേർത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പം പൊങ്ങി വരാനുള്ള മിക്സ് തയ്യാറാക്കി വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമുക്കിതൊന്ന് മൂടി മാറ്റി വെക്കുവാണ്. ഇനിയിപ്പോ ഒരു ദിവസം മുഴുവനും വെക്കണം. പിറ്റേ ദിവസവും വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും മാവ് നല്ല പോലെ പുളിച്ച് വന്നിട്ടുണ്ടാകും. ഈ ഒരു മാവ് ഒഴിച്ചാണ് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പൊ നമുക്കിനി ഇതൊന്ന് പുളിച്ച് വരുന്നത് വരെയും വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ നാളെ വൈകിട്ടേ ഞാൻ കാണിച്ചു തരുള്ളൂ. ഞാൻ അപ്പം കുഴച്ചെടുക്കാൻ സമയത്ത് മാത്രമാണ് ഈ ഒരു കൂട്ടിന്റെ പാകം കാണിച്ചു തരുന്നത്. ഇനി ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കുവാണ്. ഇനി നമുക്ക് ഈ പുളിച്ച മാവ് വെച്ചിട്ട് നാളെയാണ് അപ്പം തയ്യാറാക്കി എടുക്കേണ്ടതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അപ്പം തയ്യാറാക്കി എടുക്കുന്ന വീഡിയോയുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാത്തിരിക്കുക.